ഡിയർ സ്റ്റുഡൻസ്, സിങ്കേജ് ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡയമെൻഷൻസ് ആൻഡ് മെഷർമെൻറ്റ്. അതിൽ തുടങ്ങുന്ന ടോപ്പിക്കാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഓൾ മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്കറിയാം മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെ തരത്തിലുള്ള മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ട്. നമുക്കറിയാം വെക്റ്റർ ക്വാണ്ടിറ്റീസ്, സ്കെയിലാർ ക്വാണ്ടിറ്റീസ്, ദോസ് ക്വാണ്ടിറ്റി ഹാവിങ് നോ യൂണിറ്റ്സ്. അത് ഏതൊക്കെയായിരിക്കും? അത് നമ്മളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇതിന് യൂണിറ്റ് ഇല്ല, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, പക്ഷേ യൂണിറ്റ് ഇല്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ എന്ത് വിളിക്കും? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾസ് ഫോഴ്സ്, മൊമെൻറ്റം, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. ഇനി സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? വർക്ക്, എനർജി, പവർ, ഓക്കെ, അങ്ങനെ പറയുന്നതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ യൂണിറ്റിൽ വേറൊരു എക്സെപ്ഷണൽ കേസ് പറയട്ടെ. ആംഗിളിനെ ശരിക്കും പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഡയമെൻഷൻസ് നമുക്ക് നോക്കാൻ പറ്റില്ല. ആർക്കും റേഡിയസ്, ഇപ്പം ആർക്കിൻ്റെ ഇത് പറഞ്ഞാലും റേഡിയസിൻ്റെ ഇത് പറഞ്ഞാലും മീറ്റർ വെട്ടിപ്പോവും. പക്ഷേ എന്നാലും നമ്മൾ അതിനൊരു യൂണിറ്റ് പറയുന്നുണ്ട് അല്ലേ? ആംഗിളിനൊരു യൂണിറ്റ് പറയുന്നുണ്ട്, റേഡിയൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു എക്സെപ്ഷണൽ കേസാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കും. ഇനി ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്തായാലും ഒരു യൂണിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 10 മീറ്റർ. ഈ 10 മീറ്റർ നമുക്ക് സെൻറ്റിമീറ്ററിൽ പോലും പറയാൻ പറ്റും. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 10 മീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1000 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. 10 മീറ്ററും 1000 സെൻറ്റിമീറ്ററും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു മാഗ്നിറ്റ്യൂഡുണ്ട്, യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് n ആയിട്ട് എടുക്കുക, യൂണിറ്റ് എന്ന് പറയുന്നത് u ആയിട്ട് എടുക്കുക. അപ്പോൾ q എന്ന് പറയുന്നത് എന്തായിട്ട് വരും? NU എന്ന് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 10 മീറ്റർ ഈക്വൽ ടു 1000 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? N1 U1 ഈക്വൽ ടു N2 U2. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവണത്? N×U എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു യൂണിറ്റ്. ഇത് ശരിക്കും ഒരു എൻട്രൻസ് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിക്കാം അവർ. അതുകൊണ്ട് ഈ ഒരു റിലേഷൻ പഠിച്ചു വയ്ക്കുക, N ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു U. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് പേജിലുള്ളത്. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.